ശ്രീ ലാൽകുമാറും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ള ചോദിച്ചാൽ ഉണ്ട്, അത് കളമശ്ശേരിയിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റിനെ ഏതെങ്കിലും തരത്തിൽ വോട്ടിനുള്ള ഉപാധിയാക്കാൻ നോക്കിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ രാമക്ഷേത്രം അവിടെ എന്താണ് നമ്മുടെ സർവേയിലടക്കം രാമക്ഷേത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി നമ്മൾ കണ്ടത് തിരുവനന്തപുരം ഒന്നായിരുന്നു. അദ്ദേഹം അതൊരു പ്രധാന വിഷയം അവിടെ ഉയർത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വികസനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത എൻ ലാൽകുമാർ, ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ ബി.ജെ.പിയുടെ ഈ പറഞ്ഞ സംഘരാഷ്ട്രീയത്തിൻ്റെ താഴെ മുതലുള്ള ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളെ അല്ല. അദ്ദേഹത്തെ എത്രത്തോളം ഉൾക്കൊണ്ടുണ്ട് എന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്, കച്ചവടമാണ്, കച്ചവടത്തിൻ്റെ വികസനമാണ്. അങ്ങനെ അദ്ദേഹം വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അടുത്ത എൻ ലാൽകുമാർ ആ മൈൻഡ് സെറ്റുള്ള ഒരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ബി.ജെ.പിയുടെ ഈ പറഞ്ഞ കോർ ഉണ്ടല്ലോ, ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അണ്ടർ ദ കാർപ്പറ്റിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പുതിയ ഐഡിയകൾ പുറത്ത് സർഫസിലേക്ക് ഇങ്ങനെ കൂടുതൽ തെളിഞ്ഞു നിൽക്കാനിടയുണ്ടോ അടുത്ത ലാൽകുമാർ? അല്ല, അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വിമർശനമായി വന്നു. അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒന്ന്, ഒരു CPM-ൻ്റെ നേതാവിൻ്റെ ഭാര്യ അവർ രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് CPM മൊത്തം ഈ പറയുന്ന BJP-യുമായി ചേർന്നു എന്ന് പറയുന്ന വിമർശനത്തോട് ഞാൻ ബാലിശമാണെന്ന് പറയുന്നു, പുച്ഛിച്ചു തള്ളുന്നു. അതിന് കാരണം ഹാഷ്മി പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ. ഹാഷ്മി ഇന്ന് ഈ ചർച്ചയ്ക്കകത്ത് ഉള്ളിൽ തന്നെ കാണിച്ചത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ്, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം നിങ്ങൾ ഇവിടെ കാണിച്ചു. ഞാൻ കാണിച്ചതല്ല, നിങ്ങൾ കാണിച്ചതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കളമശ്ശേരിയുമായി ബന്ധപ്പെട്ട് കൊടും വിഷമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ഒരു മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, അങ്ങനെ ഒരു CPM നേതാവ് ഇവിടെയുണ്ട്. അങ്ങനെ പറയുന്ന ആളെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പം ജനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഈ പറയുന്ന BJP-യുമായിട്ടുള്ള ഒരു സഹകരണവുമായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ BJP-യിലുള്ള 90% നേതാക്കന്മാരും കോൺഗ്രസ്സുകാരായിരിക്കും. കാര്യം ഇവിടുന്ന് ഓരോ ദിവസവും അപ്പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു നേതാവ്, ഇന്നും അദ്ദേഹം MP ആണ്, അദ്ദേഹം പറഞ്ഞു ഇത്രയൊക്കെ കാശ് കൊടുത്താൽ ആരാണ് BJP-യിൽ പോകാത്തത് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. അങ്ങനെ നടത്തിയ കോൺഗ്രസ്സുകാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ മാറ്റുന്നു എന്നുള്ളൊരു ചർച്ച, അത് വളരെ സർഫസ് ചെയ്ത് വന്നൊരു വിഷയമാണ്. അത് എന്തുകൊണ്ട് നിന്നുപോയി എന്നുള്ള ചോദ്യത്തിന് വിമർശനമായി വരുന്നത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ചിലപ്പോൾ BJP പോകും എന്നുള്ളത് കൊണ്ടാണ് എന്നൊരു വിമർശനം വന്നു. കാര്യം അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലാണ് ആ കാര്യത്തിൽ കേട്ടോ. കാര്യം അദ്ദേഹം മാറണ്ട എന്നൊരു അഭിപ്രായം എനിക്കുള്ള ആളാണ്. അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. എങ്കിലും ഞാൻ പറയുന്നു, അദ്ദേഹം മാറണ്ട എന്നൊരു അഭിപ്രായം ഞാൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കോൺഗ്രസ് മാറ്റാത്തതിന് കാര്യം അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കൂ, വർഗീയമായ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. കളമശ്ശേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഹാഷ്മിക്ക് അങ്ങനെ പറയാൻ തോന്നിയോ? അല്ലെ മറ്റൊരു സുരേന്ദ്രന് പോലും അങ്ങനെ പറയാൻ തോന്നിയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത് അൾട്ടിമേറ്റ്ലി വർഗീയത പറയുമ്പം ആ വർഗീയതയുടെ ബെനിഫിറ്റ് ഇപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, പിന്നീട് ഒരിക്കൽ കിട്ടുമെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ ട്രിവാൻഡ്രവുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്തിലെ ഓഡിയൻസിനെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ട്രിവാൻഡ്രത്തിലെ ഓഡിയൻസിൻ്റെ അടുക്കൽ നിങ്ങൾ ഈ പറയുന്ന ഈ പച്ച വർഗീയതയൊന്നും പറഞ്ഞ് രാമക്ഷേത്രമൊന്നും പറഞ്ഞാൽ അവിടെ ജയിക്കില്ല. അവിടെ ഡെവലപ്മെൻറ്റ് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ യങ്ങർ ജനറേഷനും അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് കിടക്കുന്ന ഒരു മെൽറ്റിംഗ് പോട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത്. അപ്പുറത്ത് ശശി തരൂറാണ് നിൽക്കുന്നത്. ശശി തരൂറിനെ ഒട്ടും നമുക്ക് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ അല്ലെങ്കിൽ ഗ്ലോബൽ സിറ്റിസണാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അവിടെ മത്സരത്തിൽ. പന്നീൻ അവിടെ വലിയ മത്സരത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു തന്നെ പറയാം. അദ്ദേഹം 3ാം സ്ഥാനത്താണ് പോയിട്ടുള്ളത്. നമ്മൾ കാര്യം പറയുമ്പോൾ എല്ലാം വസ്തുതാപരമായി പറയണമല്ലോ. അപ്പോൾ ശശി തരൂറിനെതിരെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ വരുന്ന ആൾ ഈ പറയുന്ന രാമക്ഷേത്രവും മച്ച വർഗീയതയും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഓടിച്ചിട്ട് തോപ്പിക്കും. അത് കൂടാതെ റിവേഴ്സ് പോളറൈസേഷനും നടക്കും. ആ ബുദ്ധി രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതല്ലാതെ രാജീവ് ചന്ദ്രശേഖർ വളരെ ഉദാസീനതയോട് അല്ലെങ്കിൽ പറഞ്ഞല്ല വളരെ ലിബറലായി ഇങ്ങനെ ഒരു പൊസിഷൻ എടുത്താണെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം സ്ട്രാറ്റജിക്കലി അത് അങ്ങനെ എടുത്താൽ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ നോക്കൂ, ഇപ്പം ഇവിടെ പറഞ്ഞില്ല, BJP-യുടെ നേതാവിനെ തീരുമാനിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അത് ശ്രീപത്മനാഭൻ പറയുന്ന ആ കാര്യത്തോട് നമ്മൾ പൂർണ്ണമായും യോജിക്കണം. അല്ലെ വലതുപക്ഷ BJP സഹയാത്രികനായി നിൽക്കുന്ന ഷാബു പ്രസാദ് പറയുന്നതിനോട് യോജിക്കാനാണ് എനിക്ക് താല്പര്യം. അത് ഗുണം ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ചെയ്യത്തില്ല എന്നോ ചെയ്യുമെന്നോ ഒരു അഭിപ്രായം നമുക്ക് പറയാം.
പിന്നെ ഇവിടെ വന്ന അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് യോഗ്യത ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തുകൊണ്ട് അയോഗ്യതയില്ല, അത് എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. കാര്യം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരാളെ പുറത്തുനിന്ന് കൊണ്ടിരുന്നു, അത് നമുക്ക് വിമർശനമായി കാണാം. കാര്യം കേരളത്തിൽ ഒരാളില്ലേ, കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ എന്തു സംഭവിച്ചു, അത് കാര്യം BJPക്കകത്തൊരു ഇന്നെഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നൊരു വിമർശനം ഉന്നയിക്കാം. എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ യോഗ്യത? ശോഭാ സുരേന്ദ്രൻ്റെ 100% യോഗ്യത ഉണ്ടെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പം ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കേണ്ട വിഷയമല്ല, അത് BJPയെ മാത്രം ബാധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴും നമുക്കൊരു വിമർശനം പറയാം, അത് നമുക്ക് യോഗ്യത കണ്ടെത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് അവർക്ക് വിടുക എന്നുള്ളൂ. ശരി, ശ്രീ VP, എന്താണ് MD രമേശിനുള്ള അയോഗ്യത, എന്താണ് ശോഭാ സുരേന്ദ്രനുള്ള അയോഗ്യത BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ? നോക്കൂ, ഒരാളുടെ അയോഗ്യതയോ യോഗ്യതയോ അല്ല ഇവിടെ ചർച്ചയാവുന്നത്. ഒരു പാർട്ടി നടത്തുന്ന പരീക്ഷണമാണിത്. ഞങ്ങൾ നടത്തുന്ന, അപ്പം ഞങ്ങൾ 2015 മിസ് കോൾ മെമ്പർഷിപ്പ് ഇറക്കിയപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു. എന്നിട്ട് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടീൻ്റെ അഖിലേന്ത്യാ നേതാവ് മിസ് കോൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് പറഞ്ഞു ഞാനും എടുത്തു എന്ന്. ഇവരെ ധാരണ ഞങ്ങൾ വെറുതെ മിസ് കോൾ അവസാനിപ്പിച്ചു എന്നാണ്. ഞങ്ങൾ അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ നടത്തി. ഇപ്രാവശ്യം ഞങ്ങൾ ഫോട്ടോ അപ്ലോഡിങ് വരെ നടത്തി. അപ്പം ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങൾ ഗുണം കാണുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങളെ പരിഹസിച്ച് നടക്കുന്നതിന് പകരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഞാനൊരു 7 പ്രമുഖ സംസ്ഥാനങ്ങളുടെ പേര് പറയാം. ആന്ധ്ര കോൺഗ്രസ് 0, മഹാരാഷ്ട്ര കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം, മധ്യപ്രദേശ് കോൺഗ്രസ് 0, ഗുജറാത്ത് 35 കൊല്ലമായി കോൺഗ്രസ് ജയിക്കാറില്ല, ഡൽഹി കോൺഗ്രസ് 0, ഒഡീസ കോൺഗ്രസ് ഏതാണ്ട് വൈപ്ഡ് ഔട്ട്, വെസ്റ്റ് ബംഗാൾ കോൺഗ്രസ് 0. ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയായി എന്ന് പഠിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക വേണ്ടത്. ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറും, അത് ഞങ്ങളുടെ ചരിത്രമാണ്, അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ സാമർഥ്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, BJP അങ്ങനെ, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ 7 പ്രമുഖ സംസ്ഥാനങ്ങളിൽ വൈപ്ഡ് ഔട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കൂന്ന്. ഞങ്ങൾ പുതിയ ഒരു സംസ്ഥാനം പിടിച്ചെടുത്ത ഒരു കൊല്ലമായിട്ടില്ല ഒറീസ. നിങ്ങൾക്ക് എത്ര സംസ്ഥാനങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതൊക്കെ പഠിക്കൂ കേട്ടോ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ അസ്, വേസ്റ്റ് യുവർ ടൈം ഓൺ യു. ഓക്കെ